നമസ്കാരം. വെളുത്തുള്ളി എന്ന സസ്യത്തെയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. പാചകത്തിനും ഔഷധത്തിനുമായി ഉപയോഗിക്കുന്ന ഒരു സസ്യമാണ് വെളുത്തുള്ളി. പാചകത്തിൽ രുചിയും മണവും കൂട്ടുന്നതിന് വെളുത്തുള്ളി ഉപയോഗിക്കുന്നു. ഇതിൻ്റെ കാണ്ഡമാണ് ഉപയോഗയോഗ്യമായ ഭാഗം. തീവ്രമായ ഗന്ധമാണ് വെളുത്തുള്ളിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഭക്ഷണ വിഭവങ്ങളിൽ സുഗന്ധവ്യഞ്ജനമായും വെളുത്തുള്ളി ഉപയോഗിക്കാറുണ്ട്. വെളുത്തുള്ളി ഒരു സുഗന്ധവ്യഞ്ജനമാണോ പച്ചക്കറിയാണോ എന്ന കാര്യത്തിൽ ചർച്ചകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിലും സസ്യശാസ്ത്രപരമായി ഇതിനെ ഒരു പച്ചക്കറിയായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അമരില്ലിഡേസി സസ്യകുടുംബത്തിൽ അല്ലിയോഡിയെ ഉപകുടുംബത്തിലെ അല്ലിയം ജനുസിൽ സാറ്റിവം ഇനമാണ് വെളുത്തുള്ളി. ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങളെ നോക്കാം. ശാസ്ത്രീയ നാമം അല്ലിയം സാറ്റിവം എന്നുള്ളതാണ്. മലയാളത്തിൽ ഇതിനെ വെളുത്തുള്ളി, വെള്ളുള്ളി, വെള്ളവെങ്കായം, പൂണ്ട് എന്നൊക്കെ അറിയപ്പെടാറുണ്ട്. ഇംഗ്ലീഷിൽ ഇതിനെ ഗാർലിക് എന്നാണ് അറിയപ്പെടുന്നത്. സംസ്കൃത ഭാഷയിൽ ഇതിനെ ലശൂനം, ഉഗ്രഗന്ധ, ഭൂതജ്ഞ, മ്ലേച്ഛഗന്ധ, യവനേഷ്ടം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഹിന്ദി ഭാഷയിൽ ഇതിനെ ബെലുലി, ലസൺ എന്നൊക്കെയാണ് അറിയപ്പെടുക. തെലുങ്ക് ഭാഷയിൽ ഇതിനെ വെള്ളുള്ളി എന്നാണ് അറിയപ്പെടുന്നത്. തമിഴ് ഭാഷയിൽ ഇതിനെ വെള്ളൈപ്പുണ്ടു എന്നും വെള്ളപ്പൂൺ എന്നും അറിയപ്പെടുന്നുണ്ട്. കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം. ഉള്ളിയെപ്പോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കൃഷി ചെയ്തു വരുന്ന ഒരു വിളയാണ് വെളുത്തുള്ളി. മധ്യേഷ്യയും മെഡിറ്ററേനിയൻ പ്രദേശങ്ങളുമാണ് വെളുത്തുള്ളിയുടെ ജന്മസ്ഥലങ്ങൾ എന്ന് പറയും. ചൈന കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയാണ്. ഭാരതത്തിൽ ഉത്തർപ്രദേശ്, ബീഹാർ, കർണാടകം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ വെളുത്തുള്ളി കൃഷി ചെയ്തു വരും. കേരളത്തിലെ വെളുത്തുള്ളി കൃഷി ഇടുക്കിയിലെ ദേവികുളം താലൂക്കിലെ വട്ടവട എന്ന പ്രദേശത്താണ്. രൂപകരണം നോക്കാം. വെളുത്തുള്ളി ചെടി സാധാരണഗതിയിൽ 30 തുടങ്ങി 60 സെന്റിമീറ്റർ വരെ ഉയരം വയ്ക്കും. നീണ്ടു മാംസളമായ ഇലകൾ പരന്നതാണ്. തണ്ടിൻ്റെ അഗ്രഭാഗം പൂങ്കുലത്തണ്ടായി നീണ്ട് വരുന്നു. ഇതിലാണ് വെള്ള നിറത്തിലുള്ള പൂക്കൾ കുലകളായി ഉണ്ടാവുക. വെളുത്തുള്ളി പൊതുവെ ബൾബാകൃതിയിലാണെങ്കിലും ഉള്ളിൽ നേർത്ത സ്ഥലങ്ങളിൽ പൊതിഞ്ഞ അനവധി ചെറിയ അല്ലികളായിട്ടാണ് കാണുക. ഇനങ്ങളെ നോക്കാം. വെളുത്തുള്ളി തന്നെ പല തരം ഉണ്ട്. അത്തരത്തിൽ ഒന്നാണ് കറുത്ത വെളുത്തുള്ളി. പൊതു ഉപയോഗങ്ങളെ നോക്കാം. പച്ചക്കറിക്കും മത്സ്യമാംസാദികൾക്കും രുചിയും മണവും നൽകുന്നതിനും അച്ചാറുകളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കാനും വെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നു. വെളുത്തുള്ളി കൊണ്ട് തന്നെ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട്. ഉറങ്ങുന്നതിന് മുമ്പ് വെളുത്തുള്ളി അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ ദഹന സമയത്ത് വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കൾ വിഭജിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന സൾഫറിനെ പുറത്തേക്ക് വമിപ്പിക്കുന്നു. സൾഫറിന്റെ ഗന്ധം കൊതുകുകളെ ശരീരത്തിൽ നിന്ന് അകറ്റി നിർത്തുകയും ചെയ്യും. വിശ്വാസവും ആചാരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ഹിന്ദു പുരാണങ്ങൾ പ്രകാരം വെളുത്തുള്ളിയുടെ ഉത്ഭവം സമുദ്രമന്ഥന്റെ ഇതിഹാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമുദ്രമന്ഥന് ശേഷം രാഹു, കേതു എന്നീ 2 അസുരന്മാരെ മഹാവിഷ്ണു ശിരച്ഛേദം ചെയ്തതുമായി വെളുത്തുള്ളിയുടെ ഉത്ഭവം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. അസുരന്മാരുടെ ശിരച്ഛേദനത്തിന് ശേഷം ഏതാനും തുള്ളി രക്തം നിലത്ത് വീഴുകയും അതിൽ നിന്ന് വെളുത്തുള്ളിയും ഉള്ളിയും പുറത്തു വരികയും ചെയ്തു എന്നാണ് ഒരൈതിഹ്യം. പാലാഴി കടഞ്ഞു കിട്ടിയ അമൃത് കുംഭത്തിൽ നിന്നും തെറിച്ചു വീണ അമൃത തുള്ളികളാണ് വെളുത്തുള്ളി എന്നാണ് മറ്റൊരു വിശ്വാസം. വെളുത്തുള്ളി വീടുകളെയും മനുഷ്യരെയും ദുരാത്മാക്കളിൽ നിന്നും പ്രേതങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതായാണ് റൊമേനിയക്കാർ വിശ്വസിക്കുന്നു. രാസഘടകങ്ങളെ നോക്കാം. വെളുത്തുള്ളിയിൽ മാംഗനീസ്, ജീവകം ബി, ജീവകം B6, ജീവകം സി, സെലനിയം, ഫോളേറ്റ്, നിയാസിൻ, തയാമിൻ, നാരുകൾ, കാൽസ്യം, കോപ്പർ, പൊട്ടാസ്യം, ഫോസ്ഫറസ്, ഇരുമ്പ്, അന്നജം, മാംസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട്. ആന്റി ഓക്സിഡന്റുകൾ, സൾഫേറ്റുകൾ, ഫ്ലവനോയിഡ്സ്, പോളിഫിനോൾസ്, ബാഷ്പശീല തൈലം, പഞ്ചസാര, ആൽബുമിൻ, സ്റ്റാർച്ച്, അല്ലിസിൻ എന്ന എണ്ണ, അല്ലൈൽ പ്രൊപ്പൈൽ ഡൈസൾഫൈഡ്, ഡൈ അല്ലൈൽ ഡൈസൾഫൈഡ് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഔഷധ മൂല്യത്തെ നോക്കാം. കുടലിലെ വിരശല്യം, കുഷ്ഠരോഗം, സന്ധിവേദന, അസ്ഥിവേദന എന്നീ പ്രശ്നങ്ങൾക്ക് വെളുത്തുള്ളി ഉപയോഗിക്കുന്നതിലൂടെ ശമനം ലഭിക്കുമെന്ന് ചരക സംഹിതയിൽ പറയുന്നു. വെളുത്തുള്ളിക്ക് പൊതുവെ ചൂടാണ്. അതിനാൽ ആയുർവേദ ഗ്രന്ഥങ്ങൾ അനുസരിച്ച് വേനൽക്കാലത്ത് ഇത് പരിമിതമായ അളവിൽ കഴിക്കാനാണ് ആയുർവേദം നിർദ്ദേശിക്കുന്നത്. വില്ലൻ ചുമ, കണ്ണുവേദന, വയറുവേദന, വാദം, ആർത്തവക്രമക്കേട്, ഉദരക്രമി എന്നിവയ്ക്ക് പറ്റിയ ഔഷധമായാണ് വെളുത്തുള്ളിയെ കണക്കാക്കുന്നത്. തുടർച്ചയായി വെളുത്തുള്ളി കഴിച്ചാൽ അമിത രക്തസമ്മർദ്ദം കുറയുമെന്ന് സൗത്ത് ഓസ്ട്രിയയിലെ അഡലൻഡ് സർവകലാശാലയിലെ ഗവേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. വെളുത്തുള്ളി ഹൃദയ സംബന്ധിയായ രോഗങ്ങൾക്കായി പ്രത്യേകം പരിഗണിച്ചു വരുന്നുണ്ട്. ഉദരത്തിൽ കാണപ്പെടുന്ന ചിലയിനം ക്യാൻസറുകൾക്കും വെളുത്തുള്ളി പ്രയോജനം ചെയ്യുമെന്ന് അമേരിക്കയിലെ നാഷണൽ സെന്റർ ഫോർ കോംപ്ലിമെന്ററി ആൻഡ് ഓൾട്ടർനേറ്റീവ് മെഡിസിൻ പറയുന്നുണ്ട്.
ഉത്തേജകം, ആന്റിബാക്ടീരിയൽ, ആന്റിസെപ്റ്റിക് എന്നീ സ്വഭാവങ്ങൾ വെളുത്തുള്ളിക്ക് ഉണ്ട്. ഔഷധ പ്രയോഗങ്ങളെ നോക്കാം. ഒന്ന്, രാവിലെ വെറും വയറ്റിൽ ഒരല്ലി, ചെറുതാണെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചവച്ചരച്ച് കഴിച്ച് തൊട്ടുപിറകെ 1 ഗ്ലാസ് ചെറു ചൂടുള്ള നാരങ്ങാ വെള്ളം പതിവായി കുടിക്കുന്നതും തടിയും കൊഴുപ്പും വയറുമെല്ലാം കുറയ്ക്കുന്നതിനും ശരീരത്തിലെ ടോക്സിനുകൾ കളയുവാനും രക്തപ്രവാഹം ശക്തിപ്പെടുത്തുവാനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ക്യാൻസറുകളെ ചെറുക്കാനും രക്തക്കുറവ് പരിഹരിക്കാനും ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാനും ലിവർ ക്ലീൻ ചെയ്യാനും തലവേദന, സൈനസൈറ്റിസ്, ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവ കുറയ്ക്കാനും നല്ലതാണ്. 2, വെളുത്തുള്ളിയുടെ 1-2 അല്ലി ചതച്ചിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിച്ചാൽ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും ചുമ, ജലദോഷം എന്നിവയ്ക്കും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ചർമ്മ പ്രശ്നങ്ങൾക്കും ശാരീരികോർജം വർദ്ധിപ്പിക്കുന്നതിനും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്കും പുരുഷന്മാരിലെ ലൈംഗിക പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും രക്തസമ്മർദ്ദം അഥവാ BP കുറയ്ക്കുന്നതിനും കൃമിശല്യത്തിനും നെഞ്ചരിച്ചലിനും ഹൃദയാരോഗ്യത്തിനും ബാക്ടീരിയകളോടും വൈറസിനോടും ഫംഗസിനോടും രോഗാണുക്കളോടുമെല്ലാം പ്രതിരോധം തീർക്കാനും ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും സ്ത്രീകളിൽ ആർത്തവവിരാമത്തിന് ശേഷം ഈസ്ട്രജന്റെ കുറവ് പരിഹരിക്കാനും ഒക്കെ നല്ലതാണ്. 3, വില്ലൻ ചുമ മാറാൻ വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്. 4, ഗ്യാസ് ട്രബിളിന് വെളുത്തുള്ളി ചതച്ച് പാലിൽ കാച്ചി ദിവസവും രാത്രി കഴിക്കുന്നത് ഫലപ്രദമാണ്. 5, വയറുവേദന, വയറുപെരുക്കം, വായുക്ഷോഭം, വേദനയോടുകൂടി അവിടെ വീർത്തു വരിക എന്നിവയ്ക്ക് വെളുത്തുള്ളി, ശതകുപ്പ, കായം ഇവ സമം ചേർത്ത് പൊടിച്ചത് 1 ഗ്രാം വീതം ദിവസം 3 നേരം വീതം ചൂടുവെള്ളത്തിൽ കഴിച്ചാൽ ശമനം കിട്ടുന്നതാണ്. 6, വായ തുറക്കാനും അടയ്ക്കാനും സാധിക്കാത്ത ഹനുസ്തംഭം എന്ന രോഗത്തിന് വെളുത്തുള്ളിയും ഇന്ദുപ്പും അരച്ച് 1 ഗ്രാം വീതം ദിവസേന 3 നേരം ഉള്ളിൽ കഴിക്കുകയും അത് തന്നെ പുറത്തും പുരട്ടുകയും ചെയ്തു കഴിഞ്ഞാൽ ശമനം ലഭിക്കും. 7, വെളുത്തുള്ളി, കായം, ശതകുപ്പ ഇവ സമം പൊടിച്ച് ഗുളികയാക്കി ചൂടുവെള്ളത്തിൽ ദഹനക്കേടിന് കഴിക്കാവുന്നതാണ്. 8, വെളുത്തുള്ളി പിഴിഞ്ഞ നീരിൽ ഉപ്പുവെള്ളം ചേർത്ത് ചൂടാക്കി ചെറു ചൂടോടുകൂടി 3 തുള്ളി വീതം ചെവിയിൽ ഒഴിച്ചാൽ ചെവി വേദനയ്ക്ക് ശമനമുണ്ടാകും. 9, അമിതവണ്ണം അഥവാ മേധോവൃദ്ധിക്ക് 3 ഗ്രാം വെളുത്തുള്ളി ചതച്ച് 2 ഔൺസ് പാലിൽ ചേർത്ത് പതിവായി കുടിക്കുക. 10, ഉദരകൃമിക്കും അതുമൂലമുണ്ടാകുന്ന വയറുവേദനയ്ക്കും ദഹനക്കുറവിനും വെളുത്തുള്ളി, വിഴാലരി, കാട്ടുജീരകം ഇവ സമമെടുത്ത് പൊടിച്ച് 1 ഗ്രാം തൂക്കമുള്ള ഗുളികകളാക്കി ഓരോ ഗുളിക ദിവസം 3 നേരം വീതം കഴിക്കുന്നത് നല്ലതാണ്. 11, ന്യൂമോണിയ, ബ്രോങ്കൈറ്റിസ് എന്നിവയ്ക്ക് വെളുത്തുള്ളി നീരോ വെളുത്തുള്ളി തൈലമോ കടുകെണ്ണയിൽ ചേർത്ത് പുറത്തും നെഞ്ചത്തും തേക്കുകയും വെളുത്തുള്ളി നീര് 2 മില്ലി വീതം പാലിൽ ചേർത്ത് കഴിക്കുകയും ചെയ്താൽ കഫമിളകിപ്പോയി ന്യൂമോണിയയും ബ്രോങ്കൈറ്റിസ് രോഗങ്ങൾക്ക് ശമനം ലഭിക്കുന്നതായിരിക്കും. 12, 2 തുള്ളി വെളുത്തുള്ളി നീര് ചെവിയിൽ ഇറ്റിച്ചാൽ ചെവി വേദനയ്ക്ക് ശമനം ഉണ്ടാകും. 13, വെളുത്തുള്ളി, ജീരകം ഇവ 2 കഴഞ്ച് വീതം എടുത്ത് നെയ്യിൽ വറുത്ത് ഭക്ഷണത്തിന് തൊട്ടു മുമ്പ് പതിവായി കഴിച്ചാൽ വയറുപെരുക്കം, ഗ്യാസ് ട്രബിൾ എന്നിവ ശമിക്കുന്നതാണ്. 14, വാതരോഗമുള്ളവർ 3 ഗ്രാം വെളുത്തുള്ളി ചതച്ച് 10 ഗ്രാം വെണ്ണയിൽ ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. 15, കാൽവിരലുകൾക്കിടയിൽ ചൊറിച്ചിലും വേദനയും തൊലി പൊട്ടുകയും ഒക്കെ ചെയ്താൽ വെളുത്തുള്ളി സമം മഞ്ഞളും ചേർത്ത് അരച്ച് ഒരാഴ്ച പുരട്ടിയാൽ ശമനം ഉണ്ടാകും. 16, സന്ധികളിലോ പേശികളിലോ വീക്കം, വേദന എല്ലാം ഉള്ളപ്പോൾ അതിനെ ലഘൂകരിക്കാനായിട്ട് വെളുത്തുള്ളി തൈലം പുരട്ടുന്നത് നല്ലതാണ്. 17, മുഖത്ത് സൂക്ഷ്മ രോഗാണുക്കൾ മൂലമുണ്ടാകുന്ന കുരു മാറുന്നതിന് മുഖത്ത് വെളുത്തുള്ളി മുറിച്ച് വരയ്ക്കുന്നത് ശമനം നൽകും. പക്ഷെ ചിലർക്ക് ഇത് പൊള്ളലിന്, തൊലി പൊള്ളാനായിട്ട് സാധ്യതയുണ്ടാകും. 18, ചെറിയ കുട്ടികളുടെ കഴുത്തിന്റെ ഭാഗത്ത് വെളുത്തുള്ളി അല്ലികൾ വെക്കുന്നത് തൊണ്ടയിലെ അസ്വസ്ഥത ഒഴിവാക്കാനായിട്ട് സഹായിക്കും. പക്ഷെ പൊള്ളാതെ നോക്കണം. 19, വെളുത്തുള്ളി പാൽ കഷായം വെച്ച് വാതരോഗത്തിന് സേവിക്കുന്നത് നല്ലതാണ്. 20, വെളുത്തുള്ളിയും മുരിങ്ങയിലയും സമം ചേർത്ത് കഷായം വെച്ച് സേവിക്കുന്നത് രക്തശുദ്ധിക്ക് നല്ലതാണ്. 21, തൊലി കളയാത്ത ഒരല്ലി വെളുത്തുള്ളി തലയണയ്ക്കടിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായി ഉറക്കം ലഭിക്കും. ഉറങ്ങാൻ കിടക്കുമ്പോൾ ശരീരത്തിലെ ഊഷ്മാവ് വെളുത്തുള്ളിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും അതിലടങ്ങിയിരിക്കുന്ന സൾഫറിനെയും സിങ്കിനെയും പുറത്തേക്ക് വമിപ്പിക്കുകയും ചെയ്യും. പ്രകാരം ഉണ്ടാകുന്ന ഗന്ധത്തിന് അണുക്കളെ നശിപ്പിക്കാനുള്ള കരുത്തുണ്ട്. കൂടാതെ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും പെട്ടെന്ന് തന്നെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ സഹായിക്കുകയും ചെയ്യും. വെളുത്തുള്ളി വെക്കുമ്പോൾ മാത്രമേ മുറിയിൽ ഗന്ധം ഉണ്ടാവുള്ളൂ.
പുലരുമ്പോഴേക്കും അതിന്റെ ഗന്ധപ്പാട് അപ്രത്യക്ഷമായിരിക്കും. കൂടാതെ നമ്മുടെ ശരീരത്തിൽ വെളുത്തുള്ളിയുടെ ഗന്ധം ഏൽക്കുകയുമില്ല. ദിവസവും തലയ്ക്ക് അടിയിൽ നിന്ന് വെളുത്തുള്ളി അല്ലി മാറ്റി പിറ്റേ ദിവസം പുതിയത് വെക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. 22, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വെളുത്തുള്ളി അടങ്ങിയിട്ടുള്ള സൂപ്പ് കുടിക്കുകയോ ചെറു ചൂടുള്ള പാലിൽ വെളുത്തുള്ളി ഒരല്പം തേനിൽ ചാലിച്ച് കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ല ഉറക്കം കിട്ടാനായിട്ട് സഹായിക്കുന്നതാണ്. ചരിത്രപരമായ കാര്യങ്ങളെ നോക്കാം. വെളുത്തുള്ളി ആദ്യമായി കണ്ടെത്തിയത് ഏകദേശം 5000 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിലാണെന്ന് കരുതപ്പെടുന്നു. പുരാതന ഈജിപ്തിൽ ശരീരങ്ങളുടെ മമ്മിഫിക്കേഷന് വെളുത്തുള്ളി ഉപയോഗിച്ചിരുന്നു എന്നാണ് പല ചരിത്ര ഗ്രന്ഥങ്ങളിലും പറയുന്നത്. BC 700 തുടങ്ങി 800 വരെയുള്ള കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും പഴയ ആയുർവേദ ഗ്രന്ഥമായ ചരകസംഹിതയിൽ വെളുത്തുള്ളിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. വളരെ പുരാതന കാലം മുതൽ തന്നെ ഈജിപ്തിലും ഗ്രീസിലും കൃഷി ചെയ്തിരുന്നതായ രേഖകളുണ്ട്. പുരാതന ഈജിപ്തിൽ പിരമിഡുകൾ പണിയുന്ന അടിമകൾക്ക് കായികക്ഷമതയ്ക്കും രോഗപ്രതിരോധത്തിനുമായി വെളുത്തുള്ളി നൽകിയിരുന്നതായി പറയപ്പെടുന്നു. പാർശ്വഫലങ്ങളെ നോക്കാം. വെളുത്തുള്ളി ഒട്ടേറെ ഗുണങ്ങളുണ്ടെങ്കിലും അമിതമായാൽ പല ദോഷങ്ങളുമുണ്ട്. അധികമായി കഴിക്കുമ്പോൾ കരളിൽ വിഷാംശമുണ്ടാകാം എന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വെളുത്തുള്ളി അധികമായാൽ ചിലർക്ക് വയറിളക്കത്തിന് കാരണമാകും. ഒഴിഞ്ഞ വയറ്റിൽ ധാരാളം വെളുത്തുള്ളി കഴിക്കുന്നത് നെഞ്ചരിച്ചില്, ഓക്കാനം, ഛർദി എന്നിവയ്ക്ക് കാരണമാകും. വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് വായുനാറ്റത്തിന് കാരണമാകും. അമിതമായി കഴിക്കുന്നത് ആന്തരിക രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. അതുകൊണ്ട് ഗർഭിണികൾ അമിതമായി വെളുത്തുള്ളി കഴിക്കുന്നത് ഒഴിവാക്കണം. കാരണം ഇത് പ്രസവവേദനയ്ക്കും കാരണമാകും. വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് രക്തസമ്മർദ്ദം കുറയ്ക്കുകയും തലകറക്കം പോലുള്ള അനുബന്ധ ലക്ഷണങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. വെളുത്തുള്ളി ദീർഘനേരം കഴിക്കുന്നത് അമിതമായി വിയർപ്പിന് കാരണമാവുകയും മറ്റ് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് യോനിയിലെ ടെൻഡർ ടിഷ്യൂകളെ പ്രകോപിപ്പിച്ച് ഈസ്റ്റ് അണുബാധ വർദ്ധിപ്പിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. വെളുത്തുള്ളിയുടെ അമിത ഉപയോഗം പുരുഷ ബീജാണുക്കളുടെ എണ്ണം കുറയ്ക്കുമെന്നും കണ്ടെത്തിയിട്ടുണ്ട്. കലയും സാഹിത്യവുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. വെളുത്തുള്ളി ഉണ്ടേല് മഴത്തുള്ളി വേണ്ട എന്നൊരു ചൊല്ല് മലയാളത്തിലുണ്ട്. വീട്ടിൽ അല്പം വെളുത്തുള്ളി ഉണ്ടെങ്കിൽ മഴ നനഞ്ഞുള്ള പാച്ചിൽ വേണ്ടെന്നും അത് കഴിച്ച് വായുക്ഷോഭത്തിൽ നിന്നും മുക്തി നേടാമെന്നുമാണ് ഈ ചൊല്ലിന്റെ അർത്ഥം. ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു. ഇതിൽ പറഞ്ഞ ഔഷധ പ്രയോഗങ്ങൾ സ്വയം ചികിത്സയ്ക്കല്ല, അറിവിന് വേണ്ടി മാത്രം പറഞ്ഞതാണ്. എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി. നമസ്കാരം.